ഇന്ന് ഷെയ്ബ കിച്ചണിലെ നമ്മുടെ റെസിപ്പി നമുക്കിതാ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബൺദോശയാണ്. നമുക്ക് വീട്ടിൽ കുറഞ്ഞ ചേരുവ മാത്രം മതി. അപ്പോൾ ഇതാ റവ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഞാനിതാ റവ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും ഏതായാലും പ്രശ്നമില്ല. ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതാ മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇനി അതിലേക്ക് ഞാനിതാ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അളവൊക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബൺദോശ നമുക്ക് തയ്യാറാക്കാം. പിന്നെ നമ്മളിതാ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റവക്ക് അരക്കപ്പ് തൈര് എടുക്കണം. നല്ല പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ തേങ്ങ ചിരവിയിട്ട് എടുത്തിട്ടുണ്ട്. അതും സെയിം അളവിൽ തന്നെ എടുക്കണം. അരക്കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ 1.5 ടേബിൾ സ്പൂണ് പച്ചരി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തന്നെ വേണ്ടി വരും. നമുക്കൊന്ന് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നോക്കാം. തൈരൊക്കെ നമ്മൾ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നോക്കിയിട്ട് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഉണ്ടാവും. ഞാനിപ്പോൾ അരക്കപ്പ് ഫുള്ളായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി ടൈറ്റ് ആവും. റവ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി ടൈറ്റ് ആവും. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു കൂട്ടും കൂടി തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു കപ്പിൻ്റെ അളവിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കൂടുതലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായിട്ടുണ്ട്. ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരണം. കടുകിത പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഹാഫ് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കപ്പ് റവ ആയതുകൊണ്ടാണ് ഇത്ര കുറച്ച്. അപ്പോൾ കൂടുതൽ റവയൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഇതൊക്കെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഒരു ഹാഫ് പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി സവാളയാണ്. അങ്ങനെ കൂടുതൽ വഴറ്റിയെടുക്കുകയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്നൊന്ന് വാടിയാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ആവേണ്ടുള്ളൂ. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇത് നേരെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഉപ്പൊക്കെ നോക്കി കൊടുക്കണം കറക്റ്റാണോ എന്ന്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. നമ്മളിത് കുറേ സമയം വെച്ച് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കാതെയും നമുക്കിത് ഉണ്ടാക്കാം. ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ടേനെ. വളരെ കുറച്ചായതുകൊണ്ട് തന്നെ ഒരു കപ്പും കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കുറേ സമയമൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. എല്ലാം കൂടിയിട്ട് എന്താ പറയുക, ആ ഒരു ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ സമയമൊന്നും വെച്ച് കൊടുക്കണ്ട. നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ ഒരു കുഞ്ഞ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താളിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു പാനില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാവുമ്പോൾ ഇല്ലേ നമുക്ക് നല്ല സോഫ്റ്റും ഉണ്ടാവും. പിന്നെ നല്ലോണം പൊങ്ങി വരും. ഇതില്ലെങ്കിൽ നമുക്കിപ്പോൾ വെള്ളപ്പ ചട്ടിയില്ലേ അതിലും ഉണ്ടാക്കിയെടുക്കാം.
പക്ഷേ വെള്ളപ്പച്ചട്ടിയിലാകുമ്പോൾ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ പരന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിലാകുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഇതൊന്ന് ചൂടായിട്ടുണ്ടേ. ഇനിയിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. കൂട്ടിതാ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതാ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിതാ ഏതെങ്കിലും ഒരു അടപ്പെടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ചെറിയ തീ തന്നെ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് ഒരു 5 സെക്കൻഡോളായി കേട്ടോ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ട്. ചെറിയ തീയിലാണേ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് ആയി കിട്ടണം. ഈ ഒരു പാത്രം തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബൺ ദോശയല്ലേ, അപ്പോൾ ഒരു ബണ്ണിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലും ചുട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെള്ളാപ്പ ചട്ടിയിൽ ചുട്ടതാണ്. അത് ഇതുപോലെ ഇങ്ങനെ പരന്നു പോവും. മറ്റേതാകുമ്പോൾ നമ്മൾ ആ ഒരു ബണ്ണ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ബൺദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും എന്താ പറയുക, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ നിങ്ങൾ. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇന്നത്തെ ഷീബ കിച്ചണിലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം ഇൻഷാ അല്ലാ.